പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അസാധാരണമായ അധികാര തർക്കം ഉടലെടുക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടും ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും കടുത്ത ആക്രമണം അഴിച്ചുവിട്ടതുതന്നെ ഈ തർക്കത്തിന്റെ ഉദാഹരണമല്ലേ? ഖമനേയിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള അസംബ്ലി ഓഫ് എക്സ്പെർട്സിന്റെ യോഗവും നീണ്ടുപോയതിന് പിന്നിൽ എന്താണ്? പരമോന്നത നേതാവിനെ തീരുമാനിച്ചുവെന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും പേര് പറയാൻ വൈകുന്നതെന്ത്? മൊജ്തബാ ഖമനേയിയെക്കാളും തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുള്ള ആളാണോ പരമോന്നത നേതാവാകാൻ പോകുന്നത്? ഇറാന്റെ ആകാശം നിറയെ കറുത്ത മേഘപടലങ്ങൾ നിറയുന്നത് എണ്ണ സംഭരണശാലകൾ കത്തിയെരിയുന്നതിന്റെ സൂചനയോ? പറഞ്ഞ വാക്കുപോലും പാലിക്കാനാകാതെ ഇറാൻ അയൽക്കാരെ ആക്രമിക്കുന്നതിന് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ ഫത്വയാണോ? ഗൾഫ് രാജ്യങ്ങളിലെ ആശങ്ക കാണാതെ ഇറാന് വേണ്ടി മാത്രം തെരുവിലിറങ്ങുന്നവർ പ്രതിനിധീകരിക്കുന്നത് ഏത് മാനവികതയെ? ഉയരുന്ന ചോദ്യങ്ങൾ അനവധിയാണ്.